പരിക്കൊന്നും കാണുന്നില്ലല്ലോ. ആ, ഈ ബൈക്ക് സ്കിഡായതാണെങ്കിൽ ഇയാളെങ്ങനെ ഇവിടെ വന്ന് വീഴുന്നത്? ഇതാരോ എടുത്തു കിടത്തിയ പോലെ ഉണ്ടല്ലോ. ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. ആ മകനിപ്പോ എവിടെയാണെന്നോ എന്തു പറ്റിയെന്നോ അറിയില്ല. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. മനസ്സ് നിറയെ സ്നേഹം കൊണ്ട് നടക്കുന്ന ഈ അച്ഛന് താങ്ങായും തണലായും നിൽക്കണം. വിഷ്ണു കുഞ്ഞിന്റെ തിരിച്ചു വരവിനായി ഈ കുടുംബം മുഴുവനും കാത്തിരിക്കുക. സർവേശ്വര, ഈ വീടിലൊരു വെളിച്ചം ഉണ്ടാക്കി തരണേ. എടോ പിള്ളേ, താൻ ചുമ്മാ കരയുന്നേ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തനിക്ക് എന്നോട് പറഞ്ഞൂടെ? എടോ, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഞാനത് പരിഹരിച്ചെടുത്തില്ലയോ? എന്റെ ഈ പ്രാർത്ഥന സർവേശ്വരനുള്ളതാ. എനിക്ക് ഉറപ്പുണ്ട് രാഘവ് സാറേ, അത് എന്റെ ഭഗവാൻ എനിക്ക് സാധിച്ചു തരും. എടോ, ഈശ്വരൻ നമ്മളെ അങ്ങനൊന്നും സങ്കടപ്പെടുത്തത്തില്ലടോ. അതിനുവേണ്ടി നമ്മൾ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ രാഘവ് സാറേ. അതാ. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ അമ്മേ. എങ്കിൽ താക്കോൽ അവിടെ എവിടെയെങ്കിലും കാണും മോളെ. സാധാരണ വെക്കാറുള്ള സ്ഥലത്തൊന്നും കാണുന്നില്ല. നീ ശിവനെ ഒന്ന് വിളിക്ക്. ചിലപ്പോ താക്കോൽ അപ്പുറത്ത് റാണിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താ നിൽക്കുന്നതെന്നാ തോന്നുന്നേ. കോള് പോകുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നിങ്ങൾ എത്തിയാ? അതെ, ശിവൻ ഇവിടെ ഇല്ല, എന്തോ അത്യാവശ്യത്തിന് പോയിരിക്കാ. ചന്ദ്രകൂടി ഇല്ലാത്തോണ്ട് വീട് പൂട്ടി താക്കോൽ എന്നെ ഏൽപ്പിച്ചതാ. റാണി എന്തേ? സാധാരണ അവൾ ഓടി വരുന്നതാണല്ലോ. മാർക്കറ്റിലോ മറ്റോ പോയിരിക്കാ. എന്തായാലും വന്നു കഴിയുമ്പോ ഇങ്ങോട്ട് വരാൻ പറയാം പോരെ? എനിക്ക് ആ പ്ലംബർ ഗിരിജനെ ഒന്ന് കാണണം. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ശിവ സ്ഥലത്തില്ലാന്ന് കരുതി പറയാതിരിക്കരുതേ. ശരി. മോളെ, നീ ശിവനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. നമ്മൾ ഇവിടെ എത്തിയ കാര്യം അവനെ ഒന്ന് അറിയിക്കണ്ടേ? എന്ത് പറയണമെങ്കിലും ഫോണിലൊന്ന് കിട്ടണ്ടേ? ശിവേട്ടിന്റെ ഫോണിലേക്ക് കോളേ പോകുന്നില്ല. ഇനി അവൻ വരുമ്പോ വരട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അവിടെ അച്ഛന്റെ കാര്യം എങ്ങനെയാ? മരുന്നും ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കോ? അല്ല, അമ്മ എടുത്ത് കൊടുക്കുമ്പോഴാ ഗുളികയുടെ കാര്യം പോലും അച്ഛൻ ഓർക്കുന്നെ. ഞാൻ എന്ത് ചെയ്യാനാ? നീയും കണ്ടതല്ലേ പരാക്രമം. ദേഷ്യം വന്നാ പിന്നെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ. എന്തായാലും ഒരു ദിവസം ഞാനില്ലാത്തതിന്റെ കുറവൊന്നും മനസ്സിലാവട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? മോളെ, നീ ശിവനെ ഒന്നുകൂടി ഒന്ന് വിളിച്ച് കിട്ടുമോ നോക്ക്. ആ സാമിയെ മറ്റോ വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ചെയ്യാലോ. എന്താ ശിവ, എന്തു പറ്റി? എന്തോ ഒരു അസ്വസ്ഥത. എങ്കിലും വണ്ടി ഒതുക്ക്. അത് നമുക്ക് അല്പം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഇനി കുറെ ദൂരം പോവാനുള്ളതല്ലേ. കുഴപ്പമില്ല, അത് മാറിക്കോളൂ.
നെഞ്ചില് വേദനയോ മറ്റോ ആണോ? ഇല്ലാത്ത വേദന പറഞ്ഞു വരുത്താൻ പോവാ. എന്തോ ഒരു ദുസൂചന പോലെ. നമുക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ. ഏയ്, എങ്കിൽ പോവാ തന്നെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ശിവൻ ശരിക്കും വിഷ്ണുവിനെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. വിഷ്ണു, ആ, എന്താ രേഷ്മ? ഏയ്, ഒന്നുമില്ല. ശാരദാമ്മ പറഞ്ഞത് ശരിയാണല്ലോ. നിമിത്തങ്ങൾ വേറെന്തൊക്കെയാണ് കാണിക്കുന്നത്. ആക്സിഡന്റ് ആയതാണെന്ന് തോന്നുന്നല്ലോ. ഹലോ ചേട്ടാ, 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 ഏയ്, ചേട്ടാ, ഏയ്, ഹലോ. പരിക്കൊന്നും കാണുന്നില്ലല്ലോ. ആ, ഈ ബൈക്ക് സ്കിഡായതാണെങ്കിൽ ഇയാൾ എങ്ങനെ ഇവിടെ വന്ന് വീഴുന്നത്? ഇതാരോ എടുത്ത് കിടത്തിയ പോലെ ഉണ്ടല്ലോ. ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. ഇതിലെന്തോ തരികിടയുണ്ടല്ലോ രേഷ്മേ. ശിവ, ഏ